Hi everyone, this is me Casac Benjali. I'm a motivational speaker and business coach. ഇന്നിവിടെ നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സെയിൽസ് ക്ലോസിംഗ് ടെക്നിക്കാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് യെസ് ടെക്നിക്. അതായത് യെസ് ടെക്നിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കസ്റ്റമറെ കൊണ്ട് ഹിപ്നോട്ടിക് മെത്തേഡിലൂടെ യെസ് പറയിപ്പിച്ച് ക്ലോസ് ചെയ്യുന്ന മെത്തേഡാണ്. ഇത് വളരെ രസകരമായിട്ടാണ് പല ആളുകളും ചെയ്യാറുള്ളത്. പക്ഷേ ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ ഉപയോഗിക്കുന്നതിന് മുൻപ് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിരിക്കണം. കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് നിങ്ങളുടെ പ്രോഡക്റ്റിനെ കുറിച്ച് കസ്റ്റമറെ കൊണ്ട് ഏതൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം, ഏതൊക്കെ ചോദ്യങ്ങൾക്കാണ് കസ്റ്റമറെ കൊണ്ട് യെസ് പറയിപ്പിക്കേണ്ടത് എന്നുള്ള കൃത്യമായ പ്രിപ്പറേഷനോട് കൂടി മാത്രമേ നിങ്ങൾ ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. നിങ്ങൾ ഏതൊരു പ്രോഡക്റ്റ് ഉപയോഗിക്കുകയാണെങ്കിലും, ഏതൊരു പ്രോഡക്റ്റിൻ്റെ സെയിൽസ്മാൻ ആണെങ്കിലും, ബിസിനസ് പേഴ്സൺ ആണെങ്കിലും, ഇലക്ട്രോണിക് പ്രോഡക്റ്റ് ആണെങ്കിലും, അതല്ല ഇനി വീട് തന്നെ വിൽക്കുന്ന ആളാണെങ്കിലും, റിയൽ എസ്റ്റേറ്റ് ആണ്, ബിൽഡറാണ് നിങ്ങൾ, അതല്ലെങ്കിൽ വേറെ ഏത് സെഗ്മെൻറ്റ്, വെഹിക്കിൾ സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ്, നിങ്ങൾ ആരുമാകട്ടെ, ഈ ഒരു ടെക്നിക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്നത് ലോ സെഗ്മെൻറ്റിലും അതുപോലെ തന്നെ മീഡിയം സെഗ്മെൻറ്റിലും വളരെ പർപ്പസ്ഫുള്ളായിട്ട് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമേ ഇൻട്രൊഡക്ഷനായിട്ട് പറയുന്നത്, പ്രിപ്പറേഷനോട് കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഒരു മീഡിയം സെഗ്മെൻറ്റിലും ലോ സെഗ്മെൻറ്റിലും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് ക്ലോസിംഗ് കൊണ്ടുവരാൻ പറ്റും. ഹൈ ടിക്കറ്റ് സെയിൽസ് ആണെങ്കിൽ പോലും നിങ്ങൾ കൃത്യമായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും നിങ്ങൾക്ക് സെയിൽ ക്ലോസ് ചെയ്യാൻ ഈ ടെക്നിക്ക് മൂലം പറ്റും. അപ്പോൾ ഇനി എന്താണ് ഈ ടെക്നിക്ക് എന്നുള്ളതല്ലേ? ഈ ടെക്നിക്ക് യെസ് ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ രസകരമായിട്ട് കസ്റ്റമറെ കൊണ്ട് യെസ് എന്ന് പറയിപ്പിക്കത്ത രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. നമ്മൾ വളരെ സിമ്പിളായിട്ട് കസ്റ്റമർ യെസ് 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 എന്ന് ആൻസർ പറയാൻ സഹായകരമാകുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ് പറയുമ്പോഴും അല്ലാത്ത സമയത്തുമെല്ലാം നിങ്ങൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു മൊബൈൽ ഷോപ്പ് എക്സിക്യൂട്ടീവാണ്, മൊബൈൽ ഷോപ്പിലൊരു സെയിൽസ്മാൻ ആണ്, നിങ്ങൾ വിൽക്കുന്നത്, നിങ്ങൾക്ക് പല ബ്രാൻഡുകളുണ്ട്, പക്ഷേ നിങ്ങൾ എക്സ്ക്ലൂസീവ്ലി സെല് ചെയ്യുന്നത് ഐഫോണാണ്. അപ്പോൾ നിങ്ങൾക്ക് വിൽക്കേണ്ടത് ഐഫോണാണ് വിൽക്കേണ്ടത്. കസ്റ്റമർ വന്നിരിക്കുന്നത് വേറൊരു ഫോൺ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്, വേറൊരു ഫോണിനെ കുറിച്ച് എൻക്വയറി ചെയ്യാനോ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ സമയത്ത് എങ്ങനെയാണ് യെസ് ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് കസ്റ്റമറെ ഐഫോൺ പർച്ചേസ് ചെയ്യിക്കുന്നതിലാക്കാം എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ നോക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ കസ്റ്റമറോട് ചോദിക്കുകയാണ്, സർ സംഗതി എന്തൊക്കെയായാലും ഐഫോൺ ഉപയോഗിക്കുന്നത് നാട്ടുകാർക്കിടയിൽ ഒരു നിലയും വിലയൊക്കെ കിട്ടുന്ന കാര്യമാണല്ലേ സർ? അങ്ങനെ ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പുള്ളി പറയും യെസ്, അത് ശരിയാണ്. പിന്നെ ഐഫോൺ ആണെങ്കിൽ മറ്റു ഫോൺ പോലെയല്ല, അത് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് കുറച്ച് കാലം കൂടുതൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. കൂടുതൽ അതിൻ്റെ ഹാർഡ്വെയർ ആണെങ്കിലും അതിൻ്റെ ഫെസിലിറ്റി ആണെങ്കിലൊക്കെ കുറേ കൂടെ ലാസ്റ്റ് ചെയ്യുന്ന ക്വാളിറ്റി ഐഫോണിനുണ്ട് അല്ലേ സാർ? യെസ്, ശരിയാണ്, ഐഫോണിനുണ്ട്. അതുപോലെ തന്നെ ഐഫോൺ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും നമുക്ക് എവിടെ ചെന്ന് കഴിഞ്ഞാലും ഒരു ബ്രാൻഡ് വാല്യൂ ഒക്കെ കിട്ടും. ശരിയാണ്, ബ്രാൻഡ് വാല്യൂ കിട്ടും. ഐഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നാട്ടുകാർക്കിടയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു നിലയും വിലയൊക്കെ ഉണ്ടാവും. പിന്നെ മറ്റു ഫോൺ പോലെയല്ല, ഐഫോൺ കുറച്ചുകൂടെയൊക്കെ ഉപയോഗിക്കാൻ ഭയങ്കര ഫ്രണ്ട്ലി ആണല്ലേ സർ? യെസ്, അതും ശരിയാണ്, ഞാൻ കേട്ടിട്ടുണ്ട്, ആളുകൾ ഉപയോഗിച്ച ആളുകളൊക്കെ പറയാറുണ്ട്. പിന്നെ സർ, ഞാനൊരു കാര്യം പറഞ്ഞാൽ സാറിന് അത് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. ഐഫോൺ ഉപയോഗിച്ച ആളുകൾ എപ്പോഴും ഐഫോൺ തന്നെ പിന്നെയും പിന്നെയും വാങ്ങിച്ചുകൊണ്ടിരിക്കും. അത് സാറ് കേട്ടിട്ടുണ്ടോ? ശരിയാണ്, ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു 5-6 ചോദ്യങ്ങൾ ചോദിക്കുക. പക്ഷേ നിങ്ങൾ പതുക്കെ ലൈറ്റായിട്ടുള്ള ചോദ്യം, ന്യൂട്രൽ ആയിട്ടുള്ള ചോദ്യം, നിരുപദ്രവകാരിയായ ചോദ്യത്തിൽ തുടങ്ങി കസ്റ്റമർക്ക് ഒരിക്കലും തന്നെ ഇത് ക്ലോസിംഗ് മെത്തേഡ് ആണെന്ന് മനസ്സിലാക്കാത്ത രീതിയിൽ ഒരു ന്യൂട്രൽ എന്ന് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങേണ്ടത്. അങ്ങനെ ചോദിച്ച് പ്ലാൻ ചെയ്ത് കസ്റ്റമറെ കൊണ്ട് ഓരോ ചോദ്യത്തിനും യെസ് എന്ന് പറയുന്ന ഒരു ആൻസർ പറയിച്ചിട്ട്, സാർ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, 20,000 25,000 ഒക്കെ കൊടുത്ത് നമ്മളൊരു ഫോൺ വാങ്ങിക്കുന്നു, ഒരു ആൻഡ്രോയിഡ് ഫോൺ വാങ്ങിക്കുന്നു, അതൊരു 1 വർഷം 1.5 വർഷം ഉപയോഗിക്കുന്നു. ആ ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയും ഹാർഡ്വെയർ ക്വാളിറ്റിയും എല്ലാം നഷ്ടപ്പെട്ടൊരു 1.5 വർഷം കൊണ്ട് ഒഴിവാക്കുന്നതിനേക്കാളും നല്ലത് ഒരു 20,000 കൂടെ കൂടുതൽ കൊടുത്ത് ഒരു 4-5 വർഷം ഉപയോഗിക്കാൻ പറ്റുന്ന ഫോൺ എടുക്കുന്നതല്ലേ ശരിക്കും നല്ലത് സർ?
അത് ശരിയാണ് എന്ന് പുള്ളിയെ കൊണ്ട് പറയിപ്പിക്കണം. പിന്നെ സാറിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ ഫുള്ളായിട്ടുള്ള എമൗണ്ട് നിങ്ങൾക്ക് തരാൻ പറ്റാത്തതായിരിക്കാം. ശരിയല്ലേ സാർ? ശരിയാണ്. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷൻ ഞങ്ങൾ തന്നു കഴിഞ്ഞാൽ, അതിനുള്ളൊരു EMI സ്കീം നമുക്ക് തരാൻ പറ്റിക്കഴിഞ്ഞാൽ, സാറ് ഈ ഒരു 1000, 20,000, 25,000 പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതിലും നല്ലത് തീർച്ചയായിട്ടും സാർ എങ്ങനെയായാലും ഒരു പേയ്മെൻറ്റ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ, ഒരു EMI ഓപ്ഷൻ ഉണ്ടെങ്കിൽ സാർ എങ്ങനെയായാലും ഇത് തന്നെയല്ലേ വാങ്ങിക്കുക. അങ്ങനെ ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ സാറ് വാങ്ങിക്കുന്നത് എപ്പോഴും ഐഫോൺ തന്നെ ആയിരിക്കില്ലേ? അത് ശരിയാണ്. എനിക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ അത് തന്നെ ആയിരിക്കും വാങ്ങിക്കുക. സർ പേടിക്കേണ്ട സർ, ഞങ്ങൾക്ക് EMI ഓപ്ഷൻ ഉണ്ട്. സാർ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫെസിലിറ്റി ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് ലിങ്ക് ചെയ്തിട്ട് വളരെ ഈസി ആയിട്ട് അടക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ പിന്നെ സാർ നമ്മൾ ഇത് തന്നെ പോവല്ലേ? യെസ്, നമ്മൾ കസ്റ്റമറെ കൊണ്ട് വളരെ ഈസി ആയിട്ട് അവരിഷ്ടപ്പെടുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ പതുക്കെ പതുക്കെ ചോദിച്ച് ആ ബെനിഫിറ്റ്സിനെ ഹൈലൈറ്റ് ചെയ്ത് അതിലേക്ക് എത്തിക്കുന്നത് വഴി അവരെ കൊണ്ട് യെസ് പറയിച്ച് ക്ലോസ് ചെയ്യിക്കുക, അതായത് ട്രാപ്പ് ചെയ്യുക. യെസ് 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 എന്ന് പറയുന്ന ഒരു മൂഡ്, ഒരു മൈൻഡ് സെറ്റ് ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ആ ഒരു വൈബ്രേഷൻ മൂഡ് ഓൺ ആയി കഴിഞ്ഞാൽ കസ്റ്റമർക്ക് ഒരു ഘട്ടം എത്തുമ്പോൾ നോ പറയാൻ കഴിയാതെ വരും. അതൊരു സൈക്കോളജിക്കൽ ആയിട്ടുള്ളൊരു അപ്രോച്ചാണ്. ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ നിങ്ങളുടെ സെയിൽസിൽ ഉപയോഗിക്കുകയാണെങ്കിൽ, പക്ഷേ ഞാൻ വീണ്ടും അടിവരയിട്ട് പറയുന്നു, നിങ്ങൾ ഏതൊരു സെഗ്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും, ഏതൊരു സെയിൽസ് സെഗ്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും ഈ ചോദ്യങ്ങൾ പ്രിപ്പയർ ചെയ്യണം, മുൻകൂട്ടി പ്രാക്ടീസ് ചെയ്തിരിക്കണം. ഏതൊക്കെ കസ്റ്റമറോട് ഏതൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കേണ്ടതെന്നും ആദ്യം ചോദിക്കേണ്ടത് എങ്ങനെയാണെന്നും, എല്ലാ കസ്റ്റമറോടും ഒരേ ചോദ്യമല്ല, പലതരത്തിലുള്ള സിനാരിയോ, പലതരത്തിലുള്ള കൺസേൺസ് ഉള്ള കസ്റ്റമേഴ്സ് ഉണ്ടാകാം. അപ്പോൾ ഓരോ ടൈപ്പ് കസ്റ്റമറോടും ഏതൊക്കെ ചോദ്യങ്ങളാണ് ആപ്റ്റ് ആകുക എന്നുള്ളതും മുൻകൂട്ടി പ്രിപ്പയർ ചെയ്ത് പ്ലാൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ഹിപ്നോട്ടിസം തന്നെയാണ്. നമ്മൾ കസ്റ്റമർ പോലും അറിയാതെ ഹിപ്നോട്ടൈസ് ചെയ്ത് സെയിൽ ക്ലോസ് ചെയ്യുന്ന മെത്തേഡാണ്. യു ക്യാൻ ട്രൈ ദിസ് ആൻഡ് താങ്ക് യു സോ മച്ച്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ വാട്സപ്പിലും ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾക്കുമെല്ലാം ഇത് ഷെയർ ചെയ്യാവുന്നതാണ്. ഇതുപോലെയുള്ള ധാരാളം സെയിൽസ് റിലേറ്റഡ് ട്രെയിനിങ്, ഓൺട്രപ്രനോറിയൽ ട്രെയിനിങ്ങിലൊക്കെ നിങ്ങൾക്ക് പങ്കെടുക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യണം, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നിങ്ങളുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യണം, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നിങ്ങളുടെ സക്സസ്, വെൽത്ത് ട്രാൻസ്ഫോം ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് ഒത്തിരി കോഴ്സുകളുണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സുണ്ട്, പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ കോഴ്സ് ആയിട്ടുള്ള സെൽഫ് മാസ്റ്ററി എന്ന് പറയുന്ന കോഴ്സ് ഉണ്ട്, ഗോൾ സെറ്റിംഗ് ട്രെയിനിങ് എന്ന് പറയുന്ന ട്രെയിനിങ് ഉണ്ട്. അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നമ്മുടെ മൈൻഡിനെ റേസ് ചെയ്യാൻ, നമ്മുടെ മൈൻഡിനെ കൂടുതൽ ഉയർത്തിയിട്ട് ഫൈനാൻഷ്യൽ ഫ്രീഡം നമ്മളിലേക്ക് ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ച് എങ്ങനെ ആകർഷിക്കാം എന്നുള്ളത് പഠിപ്പിക്കുന്ന വെൽത്ത് മാസ്റ്ററി കോഴ്സ് ഉണ്ട്. പിന്നെ ഓൺട്രപ്രനോറിയൽ കോഴ്സ് ആയിട്ടുള്ള ബിസിനസ് ആക്സലറേഷൻ, സെയിൽസ് ട്രെയിനിങ്, ബിസിനസ് ഗ്രോത്ത്, 10x ബിസിനസ് തുടങ്ങിയ നിങ്ങൾ ഏത് ബിസിനസ് ചെയ്യുന്നുവെങ്കിലും ആ ബിസിനസ്സിനെ എല്ലാം 10 ഇരട്ടി ഗ്രോത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന പലതരത്തിലുള്ള ഓൺട്രപ്രനോറിയൽ ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഒരു ഓൺട്രപ്രനർ ആണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ചാമ്പ്യൻസ് എന്ന് പറയുന്ന ഓൺട്രപ്രനോറിയൽ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാം. ഗ്ലോബലി ലോകത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലുമുള്ള ഓൺട്രപ്രനേഴ്സിൻ്റെ ഒരു ട്രാൻസ്ഫോർമേറ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ്. സോ യു ക്യാൻ ബി പാർട്ട് ഓഫ് ഇറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. ഞാൻ കസാക് ബെഞ്ചാലി, മോട്ടിവേഷൻ സ്പീക്കർ ആൻഡ് ബിസിനസ് കോച്ച്.